ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായി ഞാൻ ഡ്രൈ പാൻ വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ ജിഞ്ചർ, 1 ടീസ്പൂൺ ഗാർലിക്, 3 പച്ചമുളക് ഇവ മൂത്ത് വരുമ്പോൾ ഇതിൽ കട്ട് ചെയ്ത് വെച്ച ഓണിയൻ ചേർത്ത് കൊടുക്കും. അതിന് പാകത്തിനുള്ള സാൾട്ടും അതിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ സാൾട്ട് കൊടുത്താൽ ഓണിയനും പെട്ടെന്ന് റെഡിയായി വരും. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ കുഴച്ച് വെച്ച പൊറോട്ടയുടെ മാവുണ്ട്. ആ മാവിലാണ് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പൊറോട്ട ചെയ്യുന്നത് പോലെ തന്നെ വീശി പാകപ്പെടുത്തിയതിന് ശേഷം അതിൽ ഈ നമ്മൾ റെഡിയായ മസാല ചേർത്ത് എഗ്ഗിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എഗ്ഗ് അല്ലെങ്കിൽ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ കൊടുക്കാം, വെജിറ്റബിൾ വേണമെങ്കിൽ വെജിറ്റബിൾ, അങ്ങനെ ഏത് രീതിയിലും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് എഗ്ഗിലാണ്. അപ്പോൾ ഒരു എഗ്ഗ് 4 പീസായിട്ട്, ബോയിൽഡ് എഗ്ഗ് 4 പീസായി കട്ട് ചെയ്ത് ഈ മാവ് പാകപ്പെടുത്തിയതിന് ശേഷം മസാലയും എഗ്ഗും കൂടി അതിൽ വെച്ച് അത് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഈ മസാല ഉള്ളി റെഡിയായിട്ട് വരുമ്പോൾ അതിലൊരു കുറച്ച് ടൊമാറ്റോ കൂടി ആഡ് ചെയ്യുന്നു. അതിനുശേഷം അതിലേക്ക് വേണ്ട മസാല പാകം ചെയ്യണം. കുറച്ച് ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, എരിവിനനുസരിച്ച് നമുക്ക് അത് പാകം ചെയ്യാവുന്നതാണ്. പെപ്പർ വേണ്ട പെപ്പർ, ഗരം മസാല, കറിവേപ്പില, മല്ലിച്ചപ്പ്, കരിവേപ്പിലൊക്കെ ലാസ്റ്റിൽ ആഡ് ചെയ്താൽ മതി. മസാലകൾ ഇത് റെഡിയായി വരുമ്പോൾ മസാല കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ മസാല റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ മാവിൽ റെഡി ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഓരോരുത്തരുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ച് ഇത് മസാല ഉണ്ടാക്കുന്ന പാകം ചെയ്യാവുന്നതാണ്. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ പൊറോട്ട വീശുന്നത് പോലെ വീശിയെടുക്കും. ഇനി വീശാൻ പ്രയാസമുള്ളവർക്ക് ഈ മാവിനെ നൈസാക്കി പരത്തിയെടുത്താലും മതി. അതിനുശേഷം ഈ 4 സൈഡും കട്ട് ചെയ്ത് കനമുള്ള ഭാഗങ്ങളെല്ലാം നീക്കം ചെയ്ത് ആ മാവിനെ 4ആയി കട്ട് ചെയ്ത് അതിൽ മസാലയും എഗ്ഗും വെച്ച് അതിനെ പാകപ്പെടുത്തും. ഇതിപ്പോൾ രാവിലെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ബോയിൽഡ് എഗ്ഗ് ബാലൻസ് ഉണ്ടെങ്കിൽ, അതേപോലെ ഗ്രീൻ പീസ് അതുപോലുള്ള ബാലൻസ് വന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൈകിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. കോഴിമുട്ട മാത്രം അല്ല, അതിൽ ചിക്കനോ
ബീഫ്, അങ്ങനെ ഏത് രീതിയിലും ഇത് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണിത്. വേറൊന്നും മാവ് കൊണ്ട് ഒട്ടിക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ അതിൽ വലിച്ച് ടൈറ്റ് ചെയ്ത് നാല് ഭാഗവും ഒട്ടിച്ചാൽ മതി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓയിൽ അധികം ചൂട് ആവശ്യമില്ല. ചൂടാകുമ്പോൾ തന്നെ അത് അതിൽ ഫ്രൈ ചെയ്യാനിട്ട് കൊടുക്കുക. കാരണം ഇത് നൈസ് മാവായത് കൊണ്ട് പെട്ടെന്ന് കുക്കാവുന്നതോടൊപ്പം തന്നെ നല്ല ക്രിസ്പി ആയിട്ടും വരും. അത് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് പോലെയാണ്. ചൂട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതാണ് ഇതിലുള്ള പ്രത്യേക കാര്യം. ചുവന്ന കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള എഗ്ഗ് പപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയായ സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ എളുപ്പത്തിലും ടേസ്റ്റിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എഗ്ഗ് പപ്സാണിത്. വീട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.